ഈശംസിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ക്രിസ്മസ് ദിനവും കൂടി കടന്നു പോകുമ്പോൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കടന്നു പോകുന്ന അനേകം വ്യക്തി ജീവിതങ്ങളും കുടുംബങ്ങളുമൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ അറിയുന്ന ഒരു ചേട്ടന് വർഷങ്ങളായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തടിപ്പണിയാണ് ജോലി. ഒരു ദിവസം തടിപ്പണി കഴിഞ്ഞ് ടൗണിലെ ഷാപ്പിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാപ്പിന്റെ മുമ്പിൽ നിന്ന് ഒരു പെന്തക്കോസുകാരൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനത്തില് പൗലോസിനെയും സീലാസിനെയും കാരാഗ്രഹത്തിലാകുമ്പോൾ ഈ കാരാഗ്രഹത്തിന് കാവൽ നിന്നിരുന്ന പടയാളികള് പൗലോസ്ലിഹ പുറത്തു വരുമ്പോൾ പൗലോസ്ലിഹായോട് ഇവർ ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ പൗലോസ്ലിഹ പറയുന്ന മനോഹരമായ ഒരു വചനമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ പെന്തക്കോസുകാരൻ ഈ വചനം പറഞ്ഞപ്പോൾ ഷാപ്പില് മദ്യപിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചേട്ടനും കേട്ടു. ചേട്ടനും പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വീണ്ടും മദ്യപിക്കും, വീണ്ടും ഈ വചനം പറയും. അങ്ങനെ പണിക്ക് പോകുമ്പോഴും ഷാപ്പിലിരുന്ന് മദ്യപിക്കുമ്പോഴും ഒക്കെ ഈ വചനം ഇങ്ങനെ പറയുവാൻ തുടങ്ങി. അങ്ങനെ 1-2 മാസം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നിന്റെ മദ്യപാനം നിർത്തണം, അതുകൊണ്ട് ധ്യാനത്തിന് പോകണമെന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ സുഹൃത്തുക്കളെ നിർബന്ധിച്ച് ഈ ചേട്ടന് ഒരു ധ്യാനത്തിന് പറഞ്ഞു വിട്ടു. ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം അച്ഛൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം പറഞ്ഞ നിമിഷം ഈ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ ചേട്ടനിലേക്ക് ഒരു കറണ്ട് അടിക്കുന്നത് പോലെ ഒരു അനുഭവം വന്നു. ഞാനൊരു മയക്കത്തിലേക്ക് വീണുപോയ ഒരവസ്ഥയായി. ഈ മയക്കം കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു തുള്ളി മദ്യം ഞാൻ കഴിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ചേട്ടന് ഈ കഴിഞ്ഞ ദിവസം കൂടി കാണുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഒരു തുള്ളി മദ്യം ഞാൻ ഇനി കഴിക്കുകയില്ല എന്ന്. ഈ ചേട്ടനെ പരിശുദ്ധാത്മാവെടുത്ത് ഉപയോഗിച്ചു. അനേകരുടെ മുമ്പിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി ഈ ചേട്ടനെ പരിശുദ്ധാത്മാവെടുത്ത് ഉപയോഗിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് വിളിച്ചു. ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ വഴിയരികിൽ മദ്യപിച്ച് കിടക്കുന്ന 1-2 ചേട്ടന്മാരെയും ചെറുപ്പക്കാരെയൊക്കെ കാണുവാനിടയായി. ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ഇവരെയും കാത്ത് വീട്ടിലിരിക്കുന്ന അമ്മമാരുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഭാര്യമാരുണ്ട്, ഇവരെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഇവരൊക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്ന് ഓർത്തപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. പ്രിയപ്പെട്ടവരെ, പല വ്യക്തികളും മദ്യപാനത്തിനും മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റായി പോകുമ്പോൾ നമ്മൾ അവരെയൊക്കെ ഓർത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ചേട്ടന് കിട്ടിയ വിടുതല് ഇവരുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും മദ്യപിക്കുന്നവരുണ്ട്. ഞാൻ അറിയുന്ന ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമാണ്, ഈ വ്യക്തിയുടെ ആങ്ങള വീട്ടിലെ ബീറ് മേടിച്ചുകൊണ്ട് വരുമ്പോൾ വൈഫും കൂടി ഒന്നിച്ചിരുന്നാണ് ബീറ് കഴിക്കുന്നത് എന്ന്. ഇവരുടെ കുഞ്ഞുങ്ങളെ ഇത് കണ്ടാണ് വളർന്നു വരുന്നത്. മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങളുടെ മുമ്പിലിരുന്ന് മദ്യപിച്ച് ഇതുപോലെ മാതൃക കാണിക്കുമ്പോൾ ഈ വരുന്ന തലമുറയിലും ഇവരും മദ്യപാനത്തിലേക്ക് കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, മദ്യമാകുന്ന ആ ഒരു പിശാചിനെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം അല്ലെ കുടുംബം അനുഗ്രഹമാകത്തില്ല. നിങ്ങളുടെ കുടുംബവും വ്യക്തി ജീവിതവും എല്ലാം തകർച്ചയിലേക്കാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള കുടുംബങ്ങൾക്കും വ്യക്തി ജീവിതങ്ങൾക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. റോമ 16:20 സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. മദ്യപാനത്തിന്റെ അഡിക്ഷനിൽ കഴിയുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സാന്നിധ്യവും കൃപയും എല്ലാം മദ്യപാനികളുടെ മേലും അല്ലെ മദ്യത്തിന് അഡിക്റ്റായി നാശത്തിലേക്ക് കടന്നു പോകുന്ന വ്യക്തികളിലേക്കെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മമാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ തോന്നിന്റെ സംരക്ഷണവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.